ഹോളിവുഡിൽ ഇപ്പോൾ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺട്രവേഴ്സി ടോപ്പിക്കാണ് ടിമോത്തി ശാലമെ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യം. പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒപ്പേറ അല്ലെങ്കിൽ ബാലെ അത്തരത്തിലുള്ള ട്രഡീഷണൽ ആർട്ട് ഫോംസിൽ വർക്ക് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യമില്ല. കാരണം അതൊന്നും ഇപ്പോൾ അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. കൂടാതെ പുള്ളി പറയുകയും ചെയ്തു ഇതൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റിനോട് പുള്ളിക്ക് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ഉണ്ടെന്ന്. പക്ഷെ നമുക്കറിയാം സോഷ്യൽ മീഡിയയാണ്, എന്ത് കിട്ടിയാലും അതിലെ നെഗറ്റിവിറ്റീനെ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. സോ ഈ ഒരു ഇൻ്റർവ്യൂ വെളി വന്നതിന് ശേഷം ഈ പുള്ളി പറഞ്ഞിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി. സോ ഫേമസ് ആയിട്ടുള്ള ഈ ഒപ്പേറ ബാലെ ആർട്ടിസ്റ്റുകൾ, സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനെ വലിയ രീതിയിൽ വിമർശിച്ചു. ഇതിൻ്റെയൊക്കെ ഒരു ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെ വലിയ രീതിയിൽ വിമർശിച്ചു. അതായത് വളരെയധികം ഹിസ്റ്ററി ഉള്ള രണ്ട് ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ആണ് ഇത് രണ്ടും വെസ്റ്റിൽ. സോ അതിന് ഇങ്ങനെ ഒരു രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. സോ പുള്ളി ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ടിമോത്തി ശാലമയ്ക്ക് തന്നെ ബാക്ക് ഫയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ചർച്ചയാണിത്, പുള്ളി അങ്ങനെ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഓസ്കാർ അവാർഡ്സ് ആവാറായി. സോ ടിമോത്തി ശാലമെ ഈ ഒരു ഓസ്കാർ അവാർഡ്സിൽ ഒരു മെയിൻ കണ്ടസ്റ്റൻ്റ് ആണ്. പുള്ളിക്ക് ഈ വർഷത്തെ ബെസ്റ്റ് ആക്ടർ കിട്ടാൻ വരെ ചാൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സി ഒക്കെ വരുന്നത് കൊണ്ട് പുള്ളിക്ക് കിട്ടാൻ അർഹതപ്പെട്ട അവാർഡ് വരെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകാനും വേണം കാരണമായേക്കാം. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് നടന്നത്. അപ്പം അവിടെ മൈക്കിൾ ബി ജോർഡനാണ് ആ ഒരു അവാർഡ് കിട്ടിയത്. സോ നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററിയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 77% ഈ ഒരു ആക്ടേഴ്സ് ഗിൽഡ് അവാർഡ് കിട്ടുന്ന ആക്ടറിന് തന്നെയായിരിക്കും ഓസ്കാർ അവാർഡും കിട്ടുന്നത്. സോ ടിമോത്തി ശാലമയ്ക്ക് ഈ ഒരു കോൺട്രവേഴ്സി ഒക്കെ ആകുന്നത് കൊണ്ട് പുള്ളിക്ക് ചിലപ്പം അർഹതപ്പെട്ട അവാർഡ് ചിലപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. മൈക്കിൾ ബി ജോർഡനെ പോലെയുള്ള ആക്ടർ, പുള്ളി നല്ലൊരു പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സിന്നേഴ്സ് എന്ന് പറയുന്ന മൂവിയിൽ. ചിലപ്പോൾ ആ ഒരു അവാർഡ് പുള്ളിക്ക് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു കാര്യം ടിമോത്തി ശാലമയ്ക്ക് പുള്ളിക്ക് അർഹതപ്പെട്ട അവാർഡ് നഷ്ടപ്പെടാൻ കാരണമാവുമോ ഇല്ലയോ? കമൻറ്റ് ചെയ്യുക.